ഇപ്പം നമ്മുടെ അട്ടപ്പാടിയിൽ ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞ് വലിയ വലിയ വാർത്തയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് ആകെ അവിടെ ഞാൻ ഒരു കുട്ടി പോലും മരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവനെ, ഒരു ശിശു പോലും മരിക്കാൻ പാടില്ല. അതാണ് ഏത് ശിശുവാണെങ്കിലും, അതായത് ട്രൈബലോ അല്ലെങ്കിൽ നോൺ ട്രൈബോ ഒന്നും വ്യത്യാസമില്ല, ആരും മരിക്കാതില്ല. പക്ഷെ 4 കുട്ടികളെ 3 കൊല്ലം കൊണ്ട് മരിച്ചിട്ടുള്ളൂ. എന്നാലും ഒരു കുട്ടി മരിച്ചാൽ അത് വലിയ വാർത്തയാണ്. അതിൻ്റെ ഇപ്പുറത്ത് എത്ര പേര് മരിക്കുന്നുണ്ട് കുട്ടികൾ, ആരെങ്കിലും വാർത്തയാക്കുന്നുണ്ടോ? ഒരു ട്രൈബൽ സഹോദരി പ്രിമച്വർ ബർത്ത് നടത്തി കഴിഞ്ഞാൽ അത് വാർത്തയാണ്. എന്നാൽ ഡോക്ടർമാർ പ്രിമച്വർ ബർത്ത് നടത്തുന്നുണ്ട്, അത് വാർത്തയാവുന്നുണ്ടോ? എനിക്ക് അറിയുന്ന ഡോക്ടർ പ്രിമച്വർ ബർത്താണ്, അത് വാർത്തയാകുന്നില്ല. അപ്പോൾ ഇവരെ വാർത്തയാക്കാനുള്ള ഒരു ഉപകരണമായിട്ട് ഈ ഭാഗത്തെ കാണുന്നത് ശരിയല്ല എന്ന് നമ്മുടെ മാധ്യമപ്രവർത്തകരും, അത് സത്യസന്ധമായിട്ടുള്ള വാർത്ത വന്നോട്ടെ, കുഴപ്പമില്ല, നമുക്ക് ഇടപെടേണ്ട കാര്യത്തിൽ വാർത്ത വരട്ടെ. പക്ഷേ വാർത്തയുണ്ടാക്കാൻ വേണ്ടി ഇവരെ ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് ചില കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ അത് പല കാര്യത്തിലുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവരെന്നോട് വന്ന് പറഞ്ഞു, അപ്പോൾ ആദിവാസികളുടെ സ്ഥിതികൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദിവാസിയുടെ ദയനീയ സ്ഥിതി മാത്രമല്ല, അവർ മെച്ചപ്പെട്ടതിൻ്റെ സ്ഥിതി ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? അവരുടെ ദയനീയ സ്ഥിതി മാത്രം വെച്ചുകൊണ്ട് സിനിമ എടുക്കുക. നിങ്ങൾ ഒരു പക്ഷേ കണ്ടു കാണും, ബാംബു ബോയ്സ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് അല്ലേ? എത്ര കണ്ട് അത് ആ സിനിമ വേറൊരു ജനവിഭാഗത്തെക്കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ? ബാംബു ബോയ്സ് എന്ന സിനിമ കണ്ടുണ്ടോ? അത്രയും വൾഗറായിട്ടാണോ ട്രൈബ്സ് ഉള്ളത് നമ്മുടെ ഈ കേരളത്തിലെ? അത് അവരെ എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ. എൻ്റെ ദേവി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇപ്പോൾ അടുത്ത ദിവസമാണ് പ്രിവ്യൂ ഷോ ഉണ്ടായത്. അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ സ്റ്റീഫൻ എന്ന് പറഞ്ഞാണ് അതിൻ്റെ ഡയറക്ടർ. ഞാൻ സ്റ്റീഫനോട് പറഞ്ഞു, ഇങ്ങനെ ദയനീയ സ്ഥിതിയാണെങ്കിൽ ഞാൻ അതിനോട് സഹകരിക്കില്ല. പക്ഷേ നന്നായിട്ടുണ്ട്. ആരെയും കണ്ടോന്ന് എനിക്കറിയില്ല. ആദിവാസി കുട്ടികൾ പഠിച്ച് മിടിക്കാവുന്നതിൻ്റെ ഒരു തീമാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിൽ നമുക്ക് കുറേ കൂടി ഇവരുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ഇടപെടൽ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ അത് വലിയ നേട്ടമായിരിക്കും. ഇവരുടെ ദയനീയ സ്ഥിതി മാത്രമല്ല, അവരെ ഉയർത്തിയെടുക്കേണ്ട ബാധ്യത മാധ്യമങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റം നമുക്ക് ഈ മേഖലയിൽ ഇനിയും ഉണ്ടാക്കാൻ കഴിയും. അപ്പം നല്ലപോലെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള എല്ലാ സഹായവും ഉണ്ടാകണം എന്നാണ് എനിക്ക് മാധ്യമപ്രവർത്തകരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാൻ. പിന്നെ ദേവസ്വമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമുണ്ട്. SC ST OBC വിഭാഗമാണല്ലോ. അതുകൂടാതെ ദേവസ്വം പാർലമെൻ്ററി അഫയേഴ്സുമായിരുന്നു ഞാൻ കൈകാര്യം ചെയ്തത്. പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സ്കൂളുകൾ സ്റ്റുഡൻറ്റ് സഭകൾ രൂപീകരിച്ച് കുട്ടികളെ ജനാധിപത്യത്തെക്കുറിച്ചും നമ്മുടെ ഫെഡറലിസത്തെക്കുറിച്ചും സാമൂഹിക ഉത്തരവാദിത്തത്തെക്കുറിച്ചൊക്കെ നല്ലപോലെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് സ്റ്റുഡൻറ്റ് സഭകൾ രൂപീകരിച്ചത്. അത് നല്ല പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം പാർലമെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി സ്വന്തമായിട്ടൊരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ഥലം കണ്ടെത്തി അത് മിക്കവാറും അടുത്ത ദിവസത്തെ ക്യാബിനറ്റിലൊക്കെ അത് പാസ്സാക്കാൻ കഴിയും. പിന്നെ ദേവസ്വങ്ങളുടെ ഒരു സ്ഥിതിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് 5 ദേവസ്വങ്ങളാണുള്ളത്. ആ 5 ദേവസ്വങ്ങളുടെയും പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തി. പണ്ട് നമുക്ക് എപ്പോഴും ദേവസ്വങ്ങൾ നടന്ന അഴിമതിയെക്കുറിച്ചുള്ള വാർത്തകളാണ് വരുമല്ലേ. അപ്പം അങ്ങനെ വല്ലാതെ അഴിമതി വരുന്നില്ല. ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തി. നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തി. അതുപോലെ അവിടുത്തെ ജീവനക്കാരുടെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തി. അതുപോലെ ഓരോ ക്ഷേത്രങ്ങളെയും എങ്ങനെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ള ചർച്ചകൾ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള മാറ്റം ആ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വരാനും പോകാനും അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാനും ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. അവിടെ ഒരു കാരണവശാലും മറ്റു രീതിയിലുള്ള പ്രവർത്തനമല്ല വേണ്ടത്. വിശ്വാസികൾക്ക് വന്ന് അവരുടെ വിശ്വാസം രേഖപ്പെടുത്തി പോകാനുള്ള കേന്ദ്രങ്ങളായി മാറും. അതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അത് ഒരു പരിധിവരെയെങ്കിലും മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള അവസരമായിട്ട് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ക്ഷേത്രങ്ങളുടെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും എല്ലാം തന്നെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത്രയും അത് സംബന്ധിച്ച് പറയാനുള്ളൂ. ശബരിമലയിൽ നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്.
ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി ഹൈപ്പവർ കമ്മിറ്റിയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിച്ചത് കോടതിയുടെ മേൽനോട്ടത്തിലാണ്. നമ്മുടെ എക്സിക്യൂട്ടീവ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജുഡീഷ്യറി അത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായത്. പക്ഷേ ജുഡീഷ്യറി ഏറ്റെടുത്തിട്ട് എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിനേക്കാൾ നന്നായി ചെയ്യണ്ടേ? ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും കൊടുക്കുന്ന പൈസ എല്ലാ വർഷവും സറണ്ടർ ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു രേഖ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ ഇപ്പം നടത്താൻ വേണ്ടി ഒന്ന് റോപ്പേയുടെയാണ്. കുറേ വർഷങ്ങളായി അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തടസ്സങ്ങളുണ്ടായിരുന്നു. അവർ പകരം ഫോറസ്റ്റ് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ റോപ്പേ വന്നു കഴിഞ്ഞാൽ കുറേ കൂടി സൗകര്യങ്ങൾ വരാം. പിന്നെ അവിടെ റെസ്ക്യൂ ബ്രിഡ്ജിൻ്റെ അതിൻ്റെയും ഇതേപോലെയുള്ള സാങ്കേതിക തടസ്സങ്ങൾ. അവിടെ വെച്ചാൽ ഫോറസ്റ്റാണ് മുഴുവൻ. അത് റിസർവ് ടൈഗർ റിസർവ് ഫോറസ്റ്റാണ്. 1 ഇഞ്ച് സ്ഥലം ഒരു മരത്തിൻ്റെ ചില്ലയെ വെട്ടണമെങ്കിൽ ഫോറസ്റ്റിൻ്റെ കൺസെൻറ്റ് വേണം. അപ്പോൾ ഒരു ടോയ്ലറ്റ് പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കൂടുതൽ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കോടതിയുടെ ചില ഇടപെടലുകളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമുക്കവിടെ നമ്മൾ വിചാരിച്ച പോലെയുള്ള ഇപ്പം എന്നാലും ഇടത്തവാളുള്ള പണി ഇപ്പം നിലയ്ക്കൽ പണി ഏകദേശം പൂർത്തീകരിക്കാറായി. അതുപോലെ തന്നെ എരുമേലിയിൽ അതിൻ്റെ പണി നടക്കുകയാണ്. അങ്ങനെ ആ പ്രദേശമൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പമ്പയിലും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടക്കുന്നുണ്ട്. അവിടെ ക്യൂ കോംപ്ലക്സുകളുടെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം സൗകര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ അവിടെ സന്നിധാനത്ത് തന്നെ കുറച്ച് മോഡിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്.